ഇപ്പൊ എല്ലാം ജഗത്തിന്റെയാണ് എന്ന് തോന്നുന്നത് കൊണ്ട് അക്രമത്തെ ചെറുക്കണ്ട, അനീതിയെ എതിർക്കണ്ട, എല്ലാം സഹിക്കാം എന്നർത്ഥമില്ല. അങ്ങനെ സഹിക്കാൻ ആത്മവിജ്ഞാനം എന്തായാലും പറയുന്നില്ല. സഹിക്കുന്നത് സജ്ജനങ്ങളുടെ ലക്ഷണമായിട്ടും പറയുന്നില്ല. വിതുലയുടെ മകൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി വീട്ടിൽ വന്നു. ഏതോ ഒരു യുദ്ധത്തിൽ, മഹാഭാരത യുദ്ധമല്ല കേട്ടോ, ഏതോ യുദ്ധത്തിലാണ്. ആ മകൻ അമ്മ കൊടുക്കുന്ന ഉപദേശമാണ് വിതുലാവാക്യം എന്ന പേരിൽ മഹാഭാരതത്തിൽ ഉള്ളത്. അപ്പൊ അതില് ആ അമ്മ പറയുന്നത്, നീ ശത്രുക്കളുടെ തലയില് ഇടിത്തീ പോലെ ചെന്ന് വീഴ്. അതാണ് ആണത്തം, അതാണ് ധർമ്മം. ഒരു നിമിഷം ജീവിച്ചാൽ മതി, പക്ഷെ കത്തിജ്വലിച്ചുകൊണ്ട് ജീവിക്കണം. വളരെ കാലം കിടന്ന് പുകയുന്നതിനേക്കാൾ നല്ലത് ഒരു നിമിഷം കൊണ്ട് ജ്വലിച്ച് തീരുന്നതാണ്. ഇതാണ് അമ്മ പറഞ്ഞത്. മുഹൂർത്തം ജ്വലിതം ശ്രേയോ നച ധൂമായുധം ചിരം. മുഹൂർത്തം ജ്വലിതം ശ്രേയ. ഒരു നിമിഷം ആളിക്കത്തുന്നതാണ് ശ്രേയസ്. നച ചിരം ധൂമായുധം, ദീർഘകാലം കിടന്ന് പുകയുന്നതല്ല. ഇങ്ങനെ ഉപദേശത്തിന്റെ ഇടയിൽ അമ്മ പറയുന്നു. അമ്മയുടെ ഉപദേശം കേട്ട് ഈ മകന് വീര്യം ഉണർന്നു, വീണ്ടും പോയി യുദ്ധം ചെയ്ത് ജയിച്ചു എന്നാണ് കഥ. ഇതെല്ലാം സനാതനധർമ്മം ഉപദേശിക്കുന്ന സന്ദർഭങ്ങളിൽ സനാതനധർമ്മത്തിന്റെ സ്വഭാവം, സ്വരൂപം, സനാതനധർമ്മം എങ്ങനെ ജീവിക്കണം എന്ന് കാണിക്കാൻ വേണ്ടി പറയുന്ന ദൃഷ്ടാന്തങ്ങളാണ്. അപ്പൊ ആത്മവിജ്ഞാനമോ സനാതനധർമ്മമോ സഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിക്കുന്നില്ല. അസത്യത്തെയും അധർമ്മത്തെയും അനീതിയെയും ഒരിക്കലും പൊറുക്കാൻ പാടില്ല, അതിനോട് ക്ഷമിക്കാൻ പാടില്ല, അതിനെ ഒരു നിമിഷം പോലും ലോകത്തിൽ നിലനിൽക്കാൻ അനുവദിക്കരുത് എന്നാണ് ആത്മവിജ്ഞാനം പഠിപ്പിക്കുന്നത്. കർമ്മയോഗത്തിന്റെ ആദർശവും അത് തന്നെയാണ്. ഇപ്പൊ ഈ പ്രാചീന ജനതയെ എടുത്താൽ, ജനതയുടെ അതിജീവനത്തിൽ സ്വാർത്ഥത്തിന് എന്തെങ്കിലും സ്ഥാനം ഉണ്ടോ എന്നതാണ് ഇപ്പോൾ വരുന്ന താത്വികമായ ചോദ്യം. അതിജീവനത്തിൽ സ്വാർത്ഥത്തിന് സ്ഥാനം ഉണ്ട് എന്ന പക്ഷം പല വൈജ്ഞാനികരിലും ഉണ്ട്, പല തത്വചിന്തകരിലും ഉണ്ട്. അതിജീവനത്തിന്റെ ഒരു കാരണമാണ് അത്ര. പക്ഷെ ആ സ്വാർത്ഥം കുറച്ചും കൂടി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വ്യക്തിസ്വാർത്ഥമാണോ? ഈ അതിജീവനം എന്ന് പറയുന്നത് വ്യക്തിയുടെ അതിജീവനമാണോ? ഒരു അണുകുടുംബത്തിന്റെ അതിജീവനമാണോ? അല്ലെങ്കിൽ ഒരു തറവാട്ടുകാരുടെ അതിജീവനമാണോ? ഒരു ഗ്രാമത്തിന്റെ അതിജീവനമാണോ? അതോ അതിനേക്കാൾ വിശാലമായ വല്ലതിൻ്റെയുമാണോ? വിജ്ഞാനം പറയുന്നത് ഉത്ക്രാന്തിയിൽ അതിജീവനം എന്ന് പറയുന്നത് ജന്തുവർഗത്തിന്റെ അതിജീവനമാണ്, ഒരു സ്പീഷിയുടെ അതിജീവനമാണ്, വ്യക്തിയുടെ അല്ല. അപ്പൊ അതിജീവനം സാമൂഹ്യമാണ്, വൈയക്തികമല്ല. അങ്ങനെ സാമൂഹ്യമായ അതിജീവനത്തിന്റെ കാരണങ്ങൾ നോക്കുമ്പോൾ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്ന പ്രകൃതിയുടെ ധർമ്മം ഒരു ഭാഗത്തുണ്ട്.
അതുകൂടാതെ അല്ല മനുഷ്യപ്രയത്നം ഉണ്ടല്ലോ, അതിജീവനത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന പ്രയത്നം. ഇത് ഈ ജന്തുവർഗത്തിന്റെ അല്ലെങ്കിൽ സമാജത്തിന്റെ അതിജീവനത്തിന് എതിരായിട്ട് വന്നാൽ, സമാജത്തിന്റെ അതിജീവനത്തെ ഹനിക്കുമാറ് തൻ്റെ അതിജീവനം, തൻ്റെ കുടുംബത്തിന്റെ അതിജീവനം ആരെങ്കിലും നോക്കിയാൽ അവിടെ അതിജീവനം സാധിക്കുമോ ഇല്ലയോ? അങ്ങനെ സമാജത്തിന് വിരുദ്ധമായിട്ട്, ജന്തുവർഗത്തിന് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ജഗത്തിന് വിരുദ്ധമായിട്ട് അതിജീവിക്കാൻ നോക്കിയാൽ ആ അതിജീവന ശ്രമം പരാജയപ്പെടും എന്ന് വിചാരിക്കാനാണ് യുക്തി. അതിജീവനം അങ്ങനെ ഉണ്ടാവില്ല. പ്രാചീന ജനവർഗങ്ങൾ ഉത്ക്രമിച്ചത്, അതിജീവിച്ചത് അവിടെ സാമൂഹ്യ ലക്ഷ്യം വെച്ചുകൊണ്ട് സാമൂഹ്യമായ പ്രവർത്തനം നടന്നതുകൊണ്ട് തന്നെയാണ് എന്ന് വേണം വിചാരിക്കാൻ. ഈ സമൂഹം അതിജീവിക്കണം എന്ന് വിചാരിച്ച് തന്നെ അവര് പ്രവർത്തിച്ചിട്ടുണ്ടാവും. അല്ലാതെ ചിലരൊക്കെ വിചാരിക്കും പോലെ, ചിലർ പ്രചരിപ്പിക്കും പോലെ ഈ പ്രാചീന മനുഷ്യരൊക്കെ സ്വാർത്ഥന്മാരായിരുന്നു, പരസ്പരം കടിച്ചു കീറിയിരുന്നവരാണ് എന്ന ധാരണ ശരിയല്ല. അങ്ങനെ ആയിരുന്നില്ല പഴയ മനുഷ്യൻ. ഒരുപക്ഷെ ഇന്നത്തെക്കാളും ഈ കടിച്ചു കീറൽ കുറവായിരുന്നു കാണും പഴയ കാലത്ത്. ഇന്ന് കാണുന്ന ഈ വിഘടനം, വിധ്വംസനം, മറ്റുള്ളവരെ നശിപ്പിച്ച് തൻ്റെ കാര്യം കാണാനുള്ള വ്യഗ്രത, ഇതെല്ലാം ഈ കാര്യം കാണാനുള്ള ഉപകരണങ്ങൾ മെച്ചപ്പെട്ടു വരുന്നതോടുകൂടി വിപുലമായി വന്നിട്ടുണ്ട്. ഉപകരണങ്ങളെല്ലാം അടിച്ചമർത്തലിന്റെ, ചൂഷണത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റാൻ പ്രയത്നം നടന്നിട്ടുണ്ട്. പ്രകൃതി നിയമത്തിനെതിരായിട്ട്, അതിജീവനത്തിന്റെ നിയമങ്ങൾക്കെതിരായിട്ട് ഇന്ന് മനുഷ്യൻ പെരുമാറും നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ ചില വർഗങ്ങൾ പണ്ടും പെരുമാറിയിരുന്ന് കാണാം. അപ്പൊ പ്രാചീന കാലത്തും ഈ സമൂഹത്തിന്റെ നിലനിൽപ്പും സമൂഹത്തിന്റെ അഭിവൃദ്ധിയും അതിജീവനവും ഒക്കെ ഇച്ഛിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അത് ഇച്ഛിക്കാത്ത ആളുകളും ഉണ്ടായിരുന്നു. ഇവരിൽ ആരെക്കൊണ്ടായിരിക്കും അതിജീവനം നടന്നത്? സമാജത്തിന്റെ പൊതുവായ, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പൊതുവായ അതിജീവനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണോ? ഈ വർഗത്തിന്റെ, ജന്തുവർഗത്തിന്റെ അതിജീവനത്തിനെതിരായിട്ട് തൻ്റെ അതിജീവനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണോ വാസ്തവത്തിൽ അതിജീവനത്തിന് കാരണക്കാരായത്? ആരെക്കൊണ്ടാണ് മനുഷ്യവർഗം അതിജീവിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് മനുഷ്യവംശത്തിന്റെ അതിജീവനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കാനാണ് ന്യായം. അതിനെതിരായിട്ട് തൻ്റെ മാത്രം അതിജീവനം നോക്കിയ സ്വാർത്ഥന്മാരെ കൊണ്ടാവാൻ ഇടയില്ല. കാരണം അവരുടെ പ്രവർത്തനത്തിൽ മറ്റുള്ളവരുടെ അതിജീവനം തടസ്സപ്പെടുത്തുക എന്നതുണ്ട്, മറ്റുള്ളവരുടെ നാശം അതിൽ ഉണ്ട്. അതുകൊണ്ട് മനുഷ്യവർഗം കൈവരിച്ച അതിജീവനം, പുരോഗതി, ഇതൊന്നും ഇത്തരം സ്വാർത്ഥന്മാരുടെ പ്രവർത്തനം കൊണ്ടല്ല, അത് നിസ്വാർത്ഥമതികളുടെ പ്രവർത്തനം കൊണ്ടാണ്. വിശാല വീക്ഷണമുള്ളവരുടെ, ഹൃദയ വിശാലത ഉള്ളവരുടെ, അന്യനു വേണ്ടി വികാരവും വിചാരവും ഉള്ളവരുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് വിചാരിക്കുന്നതിനാണ് യുക്തി.